ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ മെയിനായിട്ട് കണ്ടുവരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ നേരത്തും അതെല്ലാം ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയവിടെ ചാനൽ ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. ഇതിനുള്ള കാരണമാണ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ പലരും അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കാരണത്താലാണ് ഈ ഒരു ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി നമ്മുടെ ചാനൽ വരുന്നത്. ഇത് മോണിറ്റൈസേഷൻ ആയ ചാനലാണെന്നുണ്ടെങ്കിൽ ആ മോണിറ്റൈസേഷൻ എന്താ പറയുക, റിജക്റ്റ് ചെയ്യാനും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വരെ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മോണിറ്റൈസേഷൻ ആവാത്തവർ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യാനും കാരണമുണ്ട്. അപ്പോൾ എന്താണ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ, നമ്മുടെ സ്വന്തം മെയിൽ ഐ ഡിയിൽ നിന്ന് അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫോണിൽ നിന്ന് നമ്മളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ ആഡ്സൊക്കെ റൺ ചെയ്യും. ആ ആഡ്സൊക്കെ നമ്മൾ കാണും. അങ്ങനെ കാണുമ്പോൾ അവിടുത്തെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി വരും. ഇത് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മുടെ മെയിൽ ഐ ഡിയിൽ നിന്ന് കണ്ടുള്ള ഒരു പ്രശ്നമാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ മെയിൽ ഐ ഡി അതല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ വേറെ ഏതെങ്കിലും ഫോണിലും ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ ആ ലോഗിനായ ഫോണിൽ നിന്ന് അവർ കണ്ടാലും അത് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നതായിരിക്കും. പിന്നീട് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നതാണ് നമ്മൾ പെയ്ഡ് ആയിട്ട് വ്യൂസ് കയറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് പെട്ടെന്ന് വാച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും പൈസ കൊടുത്ത് പല ബോട്ടിൽ നിന്നും എന്ത് ചെയ്യും, വ്യൂസ് നമ്മുടെ ചാനലിലേക്ക് അടിച്ച് കയറ്റും. ഈ ഒരു സംഭവം ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ള വീഡിയോ ചെയ്യുന്ന ആളുകളോട് കമൻറ്റ് ബോക്സിൽ പോയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം, എൻ്റെ വീഡിയോ കണ്ടു എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള കമൻറ്റൊക്കെ നമ്മൾ പലരുടെയും കമൻറ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതുപോലത്തെ കമൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കമൻറ്റ് ഇടുന്നവർ ചാനലിൽ കയറ്റി നമ്മൾ അവരുടെ വീഡിയോസ് കണ്ട ആ ഒരു വീഡിയോക്കും ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു കമൻറ്റ് ഇട്ട് ആ കമൻറ്റിലൂടെ നമ്മൾ ചാനലിലേക്ക് വന്ന് വീഡിയോസ് കണ്ട അതും ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിയിൽ പെടുന്ന ഒരു കാരണമാണ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് ആ ഒരു ലിങ്കിലൂടെ കയറിയിട്ട് നമ്മൾ അവരോട് വീഡിയോ കാണാൻ പറയും. അതായത് നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് എടുത്തിട്ട് വല്ല വാട്സപ്പ് വഴിയോ അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുകാർക്കൊക്കെ വാട്സപ്പ് വഴിയൊക്കെ നമ്മൾ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ട് പറയും, ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ കയറി കാണണം എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അതിലൂടെ വ്യൂസ് വന്നാലും അത് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഇങ്ങനെയൊക്കെ നമ്മൾ ചാനലിലേക്ക് വ്യൂസ് വന്നാൽ, ഈ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി വ്യൂസ് വന്നാൽ ഭാവിയിൽ നമ്മൾ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവാനും നമ്മുടെ ചാനൽ ഒരു ഡിലീറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഈ ഒരു പ്രശ്നം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ ആ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയിട്ട് ചാനൽ ഡിലീറ്റ് ആവാനും, ഇനി അതല്ല മോണിറ്റൈസേഷൻ ആവാൻ പോകുന്നവരാണെങ്കിൽ ആ മോണിറ്റൈസേഷൻ എന്താ പറയുക, റിജക്റ്റ് ഒക്കെ ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി. അപ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്തുക, ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഞാൻ ഉടൻ തന്നെ വരാം. അതുവരേക്കും ബൈ.